എന്റെ മുഖത്തേക്കൊന്ന് നോക്ക് കല്യാണി. എൻഗേജ്മെന്റ് മുടങ്ങിയ ദിവസം അമ്മ നിന്നോട് എന്താ പറഞ്ഞത്? പറ കല്യാണി. അത് അങ്ങനെയൊന്നും പറഞ്ഞില്ല. മാഡം ഒന്നും പറഞ്ഞില്ല. കല്യാണി, ഇത് നിന്നോട് ഒരിക്കലും ചോദിക്കരുതെന്ന് കരുതിയതാ. പക്ഷേ ഇനിയും അത് അറിഞ്ഞില്ലെങ്കിൽ എന്തോ ആപത്തുണ്ടാവുന്നൊരു തോന്നല്. അതുകൊണ്ടാ. പറ കല്യാണി, അന്ന് അമ്മ എല്ലാരെയും പുറത്തിറക്കി കഥ കടച്ചിട്ട് നിന്നോട് മാത്രമായിട്ട് എന്താ പറഞ്ഞത്? ഞാൻ പോവാ, എനിക്കൊന്നും പറയാനില്ല. നീ പൊയ്ക്കോ, പക്ഷേ ഞാൻ ഇവിടെ തന്നെ കാണും. അമ്മ നിന്നോട് പറഞ്ഞ കാര്യം നീ എന്നോട് മടങ്ങി വന്ന് പറയുന്നത് വരെ. അതിന് എത്ര നാളായാലും ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ഞാൻ പറഞ്ഞില്ലേ, ഈ കല്യാണിക്ക് അറിയാവുന്ന എന്തോ വലിയ രഹസ്യമുണ്ട്. അതിപ്പോ അറിയാം. അതാരോടും പറയാൻ പാടില്ല. അതുകൊണ്ടാ. എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തരുത്. ശരി, നീ ആരോടും പറയണ്ട. ദേവിയോട് പറയാലോ, ഞാൻ ഇവിടെ നിന്ന് കേട്ടോളാം. പറഞ്ഞോ കല്യാണി, അമ്മ എന്താ നിന്നോട് പറഞ്ഞത്? മടിക്കണ്ട, ദേവിയോട് പറഞ്ഞാലേ നിന്റെ ദുഃഖത്തിന് ദേവി പരിഹാരം കണ്ടെത്തും. മുടങ്ങിപ്പോയ നിശ്ചയം 7 ദിവസത്തിനുള്ളിൽ നടക്കണം. നീ വേണോ അത് നടത്താൻ? അതിനുള്ളിൽ അരവിന്ദും നന്ദനയും സ്വന്തം ഇഷ്ടപ്രകാരം ഈ നിശ്ചയത്തിന് സമ്മതിച്ച് എന്റെ മുന്നിൽ വന്നിരിക്കണം. ഇല്ലെങ്കിൽ ഈ തൃച്ചംബരം തറവാട്ടിൽ നിന്നും ഒരാൾ 6 അടി മണ്ണിൽ പോയിരിക്കും. താങ്ക്സ്. ഇപ്പൊ എനിക്ക് മനസ്സിലായി കാര്യങ്ങള്. അമ്മ നിന്നെ ഏൽപ്പിച്ച ഈ ദൗത്യത്തിന് സർവ്വ പിന്തുണയും ഞാൻ തരും. അരവിന്ദ് നന്ദനയും തമ്മിലുള്ള കല്യാണം നമ്മൾ ഒരുമിച്ച് നിന്ന് വേണം നടത്താൻ.